400 കോടിയാണ് കേന്ദ്രം കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിന് വേണ്ടി തരുവാനുള്ളത്. അത് തൊഴിലുറപ്പ് പദ്ധതികൾ എടുത്താലും നമ്മുടെ ഈ പെൻഷൻ പദ്ധതികൾ ഉൾപ്പെടെ എടുത്താൽ ഇതിനകത്തൊക്കെ കേന്ദ്ര വിഹിതം നമുക്ക് കിട്ടേണ്ടുന്നതാണ്. ആ വിഹിതം കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ആൾക്കാർ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് പോയി സമരം ചെയ്തത്. നമ്മുടെ സമരത്തെ അനുകൂലിക്കുവാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ വന്ന് അഭിസംബോധന ചെയ്തത് നാം കണ്ടതാണ്. പക്ഷെ ഒരു കുലുക്കവുമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന നയ സമീപനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള അധികാരത്തിൽ വരുന്ന ആ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയും. കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമ്മുടെ നികുതിയുടെ വരവുൾപ്പെടെ വെട്ടിക്കുറച്ചുകൊണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്ന് നമ്മളെടുക്കുന്ന പണം കേന്ദ്രത്തിൻ്റെ പണമാണ്, അത് കടത്തിൽ കൊള്ളിക്കണം എന്ന് പറയുന്ന അവസ്ഥ. കേരളത്തിന് കിട്ടുവാൻ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ കൊങ്ങാക്കി പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നേറ്റു പോയത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ഈ കേന്ദ്ര സർക്കാരാണ് പുതിയ ഒരു ഭരണത്തിലേക്ക് ഇന്ന് നീങ്ങുവാൻ പോകുന്നത്. ആ കേന്ദ്ര സർക്കാരാണ് രാജ്യത്ത് വിലക്കയറ്റം ഉൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥ, ജനങ്ങൾ മരണപ്പെടുന്ന അവസ്ഥ, ദാരിദ്ര്യം കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥ രാജ്യത്തുണ്ടാകുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനം നാം ഇന്ന് പരിശോധിക്കണം. കേരള സംസ്ഥാനത്ത് ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. പൊതുകമ്പോളങ്ങളിൽ ഇടപെടുവാൻ ഒരു സർക്കാർ നമുക്കുണ്ട്. കഴിഞ്ഞ 8 വർഷമായി സിവിൽ സപ്ലൈസ് വഴി നമുക്കറിയാം നാം കൊടുക്കുന്ന 13 കൂട്ടം സാധനങ്ങൾക്ക് ഒരു വില പോലും വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, 25 രൂപയ്ക്ക് 5 കിലോ അരി അന്ന് കൊടുത്തതാണ്, നമ്മൾ 8 വർഷം മുമ്പ് കൊടുക്കുവാൻ തുടങ്ങിയതാണ്. 25 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര നമ്മൾ അന്ന് കൊടുക്കുവാൻ തുടങ്ങിയതാണ്. നമ്മുടെ മുളകിൻ്റെ വില, അതുപോലെ തന്നെ മല്ലിയുടെ വില, പയറിൻ്റെ വില, കടലയുടെ വില നാം എടുത്ത് പരിശോധിക്കണം. പൊതു കമ്പോളത്തിൽ ഇന്നലെ എത്ര ഇരട്ടി വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള സാധനങ്ങൾ മേടിച്ചെടുക്കുവാൻ കഴിയും. കേരളത്തിലെ ഗവൺമെൻറ് ഒന്ന് തീരുമാനിച്ചു, നമുക്ക് കേന്ദ്രം പണം തന്നില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ തനത് ഫണ്ട് നമുക്ക് കൂടുതൽ വകവെച്ചുകൊണ്ട് കൂടുതൽ നമ്മൾ കരുതൽ ശേഖരം എടുത്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ഈ കേരളത്തിലെ സർക്കാർ ഇന്ന് പൊതു കമ്പോളങ്ങളിൽ കിട്ടുന്ന വിലയേക്കാളും 35% താഴ്ന്ന വിലയിലേക്ക് നമ്മൾ ഈ 13 കൂട്ടം സാധനങ്ങളും സിവിൽ സപ്ലൈസ് വഴി നമ്മൾ വീണ്ടും കൊടുക്കുവാൻ തീരുമാനിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒട്ടേറെ കാര്യങ്ങൾക്ക് പോകുന്നില്ല. നമ്മുടെ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ 20 പാർലമെന്റ് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നാം ഇന്ന് ഏറ്റെടുക്കേണ്ടത്. ആ ദൗത്യത്തിലാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്ന സഖാവ് മുകേഷ് എന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സഖാവ് മുകേഷിനെ വിജയിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഈ കൊല്ലം ജില്ലയിൽ തന്നെ ജനിച്ചു വളർന്ന് കൊല്ലം മണ്ഡലത്തിൽ നിന്ന് MLA ആയി ഇന്ന് 8 വർഷം പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നാം എടുത്ത് പരിശോധിച്ചാൽ മറ്റേതൊരു മണ്ഡലത്തിലേക്കായും വളരെ നല്ലതുപോലെ വികസനം നടപ്പിലാക്കിയ ഒരു വികസന നായകനെന്ന് കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന സഖാവ് മുകേഷിന് ഇന്ന് പറയുവാൻ പറ്റും. 1748 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കൊല്ലത്തിൻ്റെ തുറമുഖം ഉൾപ്പെടെ, പെരുമൺ പാലം ഉൾപ്പെടെ, മൺട്രോത്തുരുത്ത് പാലം ഉൾപ്പെടെ വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ 62 കോടി രൂപ ചെലവഴിച്ച് കൊല്ലത്ത് സാംസ്കാരിക സമുച്ചയം ഉൾപ്പെടെ നിർമ്മിക്കുവാൻ മുൻകൈയെടുത്ത സഖാവ് മുകേഷ്. ഞാൻ ആ മണ്ഡലത്തിലെ 8 വർഷമായി താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും മണ്ഡലം നിറഞ്ഞ് പ്രവർത്തിക്കുവാൻ സഖാവ് മുകേഷിന് കഴിഞ്ഞിട്ടുണ്ട്. ആ മുകേഷിനെയാണ് നമ്മൾ ഇന്ന് കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി നാം നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന സഖാവ് മുകേഷിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ നമുക്ക് ഇവിടെ നിന്ന് വിജയിപ്പിക്കുവാനും നമുക്ക് പാർലമെന്റിലേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞയക്കുവാനും കഴിയണം. അദ്ദേഹത്തിൻ്റെ ചിഹ്നം
അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ആ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് മുകേഷിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവിടെ ആളുകൾ സഖാക്കളെ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ ധാരാളം കസേരകളിൽ സഖാക്കൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയുന്നതല്ല, അതൊരു വഴി മാത്രമാണ്, വടക്ക് വശത്ത് പോകാൻ വഴി മാത്രമാണ്. അവിടെ നിൽക്കുന്ന മുഴുവൻ സഖാക്കളും നേതാക്കന്മാരും ബാക്കിലിരിക്കുന്നവർക്ക് വേദി കാണുന്നതിന് വേണ്ടി വടക്കോട്ട് മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയും ഏറെ പ്രിയങ്കരനുമായ സാവ് ഗണേഷ് കുമാറിനെ ശ്രമിക്കുന്നു. ബഹുമാന്യായ യോഗാധ്യക്ഷൻ, ഈ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന ബഹുമാന്യരായ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, ബഹുമാന്യ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി, പ്രിയമുള്ള MLA മാർ, മുൻ മന്ത്രിമാർ, പ്രിയ സഖാക്കളെ, നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ സ്ഥാനാർത്ഥി, എൻ്റെ സഹപ്രവർത്തകനും സഹോദരനുമായ ശ്രീ M. മുകേഷ്, ഈ വേദിയിലും സദസ്സിൽ ഉപവിഷ്ടായിരിക്കുന്ന ബഹുമാന്യരും സ്നേഹനിധികളുമായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഏറ്റവും നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ് ഈ പാർലമെൻറ്റ് പൊതുതിരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ അഖണ്ഡതയും ഇത്രയധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. മഹാനായ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ആയിരക്കണക്കിന് രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര സേനാനികളും ആഗ്രഹിച്ച മതേതരത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യ എന്ന മഹാരാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി നേടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യ ഒരു ഏകാധിപതിയുടെ കയ്യിലേക്ക് ഒതുങ്ങി തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിലൊരു ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിലേക്ക് ഇന്ത്യ വരണമോ വേണ്ടയോ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട ദിവസങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ദിവസങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെ പ്രശ്നമാകും, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്തിൻ്റെ പ്രശ്നമാകും, നമ്മുടെ രാജ്യത്തിലെ ദളിതരെയും മതന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയ്ക്ക് അപകടകരമായ നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യയിലൊരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലെത്തിയത് മുതൽ വിഘടിപ്പിച്ച് പരിപ്പിക്കുക എന്ന ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ അതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പം മതത്തിൻ്റെ പേരിൽ വിഭജിക്കുക എന്നുള്ളതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് നമ്മളെ തമ്മിലടിപ്പിച്ചും ഈ രാജ്യത്തെ ദുർബലമാക്കി ഭരിക്കുക എന്ന ലക്ഷ്യമാണ് BJP ഗവൺമെൻറ് അനുവർത്തിച്ചു വരുന്നത്. ഓരോ മേഖലയിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിയോഗിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം അന്ന് മുന്നോട്ട് വെച്ച ആശയങ്ങൾ, 100 വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ BJP സർക്കാരിനുള്ളൂ. ഘട്ടം ഘട്ടമായി അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ, RSS നിർദ്ദേശിച്ച കാലത്തിന് അനുസൃതമല്ലാത്ത 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ വിഭാവനം ചെയ്ത ആശയങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നത്. 100 വർഷം മുമ്പ് അവർ കണ്ട ആശയമാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയിരുന്ന രാഷ്ട്രത്തിൻ്റെ ധീരദേശാഭിമാനികളായ സമര നേതാക്കൾക്ക് ഒപ്പം നിൽക്കാതെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് അവർ സ്വപ്നം കണ്ട സ്വാർത്ഥത നിറഞ്ഞ വർഗീയമായ 100 വർഷം മുമ്പുള്ള കാഴ്ചപ്പാടാണ് ഈ വർഷങ്ങളിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് പൗരത്വ നിയമം. ഇന്ത്യയിലെ പൗരത്വ നിയമത്തെപ്പറ്റി ചോദ്യം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായ നീക്കം ആ കരിനിയമത്തിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. കർഷകരുടെ സമരം, കർഷകർക്കെതിരെയുള്ള സമര നീക്കം,
അവരുടെ നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണം ഈ രാജ്യത്തെ കർഷകനെ അടിച്ചമർത്തി കുത്തക കമ്പനികളുടെ അടിമകളാക്കി മാറ്റുവാനുള്ള, അവരുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് ജീവിക്കുന്ന സാധുക്കളാക്കി മാറ്റാനുള്ള, ദരിദ്രനെ കൂടുതൽ ദരിദ്രനാക്കി മാറ്റാനുള്ള, കർഷകനെ ചൂഷണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നിയമനിർമ്മാണമാണ് കർഷകർക്കെതിരെ കർഷക നിയമം കൊണ്ടുവന്നത്. വെറും പണക്കാർക്ക് വേണ്ടി, റിലയൻസും അദാനിയും പോലുള്ള കുത്തക കമ്പനികൾക്ക് കർഷകന്റെ നിയന്ത്രണം പരിപൂർണമായി വിട്ടുകൊടുക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമമാണ് അവിടെ, ഒരു കരിനിയമമാണ് അന്ന് അവതരിപ്പിച്ചത്. ആ നിയമത്തിനെതിരെ മാസങ്ങളോളം നീണ്ടുനിന്ന കോവിഡിന്റെ മഹാമാരിയുടെ ഇടയിലും പോരാടി കർഷകൻ വിജയിച്ചു. അന്നാണ് കർഷകന്റെ ശക്തി ഇന്ത്യ ഭരിക്കുന്ന BJP മനസ്സിലാക്കിയത്. അതുപോലെ തന്നെയാണ് പൗരത്വ നിയമം വന്നു. പൗരത്വ നിയമത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ നിയമവുമായി വന്ന ദിവസം തന്നെ വ്യക്തമായ തീരുമാനമെടുക്കുകയും അതിന്റെ സമരം ആരംഭിക്കുകയും ചെയ്തു. നമ്മളറിയാം, തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ സർവ്വകക്ഷികളെയും സർവ്വവിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത് ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചു. ആ സമരത്തിൽ പങ്കാളികളാകാൻ പ്രതിപക്ഷത്തെയാണ് ആദ്യം ക്ഷണിച്ചത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തോട് ഈ കരിനിയമത്തിനെതിരെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം, അതിൻ്റെ ഒരു സമരത്തിനായി ക്ഷണിച്ചപ്പോൾ ഞങ്ങളില്ല എന്ന അഭിപ്രായമാണ് കോൺഗ്രസും UDFും സ്വീകരിച്ചത് എന്ന് മറക്കരുത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് എന്നും മനസ്സിലാൾ ആഗ്രഹിച്ചു, മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ആവശ്യപ്പെടുന്നതാണ്. മന്നത്ത് പത്മനാഭനെ പോലുള്ളവർ ആവശ്യപ്പെട്ടിരുന്ന ഒരു ആവശ്യമാണ്, പാവപ്പെട്ടവർ, ബ്രാഹ്മണരാകട്ടെ നായരാകട്ടെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു സംവരണം വേണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ച് അത് നടപ്പിലാക്കിയത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാരാണ് എന്ന് മറക്കരുത്. മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ദോഷമുണ്ടാകാതെ ആ സംവരണം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. അതിനോട് കോൺഗ്രസ് പൊരുത്തപ്പെട്ടില്ല. കാരണം കോൺഗ്രസിന് ഇതിനു മുമ്പ് ഭരണം ഉണ്ടായിരുന്നല്ലോ, ചെയ്യാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. പക്ഷെ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ സ്വപ്നം, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവർ, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവർക്കും 10% സംവരണം നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും മുന്നോട്ട് വന്നു. അപ്പം അതിൻ്റെ ഒരു കാര്യമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ശ്രദ്ധിക്കുന്നു. ഇവിടെ പൗരത്വ നിയമം വന്നു. പൗരത്വ നിയമം കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചിലർ ചോദിക്കും. പൗരത്വ നിയമം നടപ്പിലാക്കാനാണെങ്കിൽ അത് ആദ്യം നടപ്പിലാക്കേണ്ടത് തമിഴ്നാട്ടിലാണ്. ഈ അടുത്ത കാലത്ത് MK സ്റ്റാലിൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ ധാരാളമായി ശ്രീലങ്കയിലേക്ക് പോയിരുന്നത്. ആ ശ്രീലങ്കയിൽ നിന്ന് അവർ മടങ്ങി വന്നു. സിംഹളരുമായുള്ള ഏറ്റുമുട്ടലിൽ അവിടെ നിൽക്കാൻ കഴിയാതെ തിരിച്ചു വന്ന ആദ്യ ഘട്ടത്തിൽപ്പെട്ടവരെയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കൊണ്ടുവന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ഉണ്ടാക്കി അവരെ ഇവിടുത്തെ പൗരന്മാരാക്കി ഇവിടെ ജീവിക്കാൻ അവസരം കൊടുത്തു. ഇന്നും സിലോണിൽ നിന്ന് ഓടി വന്നവർ മണ്ഡപത്തും രാമേശ്വരത്തുമുള്ള ക്യാമ്പുകളിൽ, അവിടെ ക്യാമ്പുകളിൽ കിടക്കുകയാണ്, അഭയാർത്ഥി ക്യാമ്പുകൾ കിടക്കുകയാണ്. ഇവരെ ഹിന്ദുത്വത്തെ പറയുന്ന ഇവർ BJPക്കാർ ആദ്യം ചെയ്യേണ്ടത്, അവർ ഹിന്ദുക്കളല്ലേ, അതിൽ ക്രിസ്ത്യാനികളില്ലേ, അവർക്കെന്തുകൊണ്ട് തമിഴ്നാട്ടുകാരായ സിലോണിൽ പോയി ജോലി ചെയ്ത് അവിടെ ജീവിച്ച് അവിടെ നിവൃത്തിയില്ലാതെ നാട് വിട്ടു വന്നവരെ ഇന്നും അഭയാർത്ഥികളായി സൂക്ഷിക്കുമ്പോൾ ഈ പൗരത്വ നിയമത്തിൽ എന്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തില്ല? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചില രാജ്യങ്ങളാണ്, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർക്കെല്ലാം പൗരത്വം കൊടുക്കാം. അനേക വർഷം മുമ്പ് ഇവിടെ വന്ന് ജീവിച്ചവരുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി പട്ടാളത്തിൽ ചേർന്ന് ജോലി ചെയ്തവരുണ്ട്. പട്ടാളത്തിൽ ചേർന്ന് വീരമൃത്യു മരിച്ചവരുണ്ട്. അവരും അവരുടെ കുടുംബാംഗങ്ങളും മരിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ സേവനം നടത്തി ഇന്നും ജീവിച്ചിരിക്കുന്ന പല എക്സ് സർവീസ്മെൻ, അവർക്ക് വിമുക്ത ഭടന്മാർക്കും ഈ കണക്കെടുത്ത് വരുമ്പോൾ ഇന്ത്യയിൽ പൗരത്വം ഉണ്ടാവില്ല. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചവരുടെ അച്ഛനമ്മമാർ ആരെന്ന് ചോദിച്ചാൽ അവർക്ക് ഇവിടെ പൗരത്വം ഉണ്ടാവില്ല. ധീരന്മാരായ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല. ഇവിടെ എന്താ വേറൊരു നിയമം കൊണ്ടുവന്നു. പട്ടാളത്തിൽ നിങ്ങൾ വളരെ അപകടത്തോടെ കാണണം. പട്ടാളത്തിൽ ആളെ എടുക്കുന്നതിന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. സ്ഥിരമായി ഇനി ആളെ എടുക്കുന്നില്ല പട്ടാളത്തിൽ. അവിടെ അഗ്നിവീർ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ എടുക്കുകയാണ്. 18 വയസ്സായ ചെറുപ്പക്കാരെ എടുക്കുകയും അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പട്ടാളത്തിൽ എടുക്കുന്നു, 5 വർഷമേ സർവീസ് ഉള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ അതിൽ 25% ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജോലി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം 100 പേരെ എടുത്താൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സംവരണ നിയമമില്ല, സംവരണ തത്വങ്ങൾ മാറിയിട്ടില്ല, അതിന് റിസർവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരെ 5 വർഷം കഴിയുമ്പോൾ ആയുധ പരിശീലനം, പട്ടാളത്തിൻ്റെ ആയുധ പരിശീലനം അടക്കം പരിശീലിപ്പിച്ച്
പുറത്തേക്ക് വിടുകയാണ്. 100-ൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ബാക്കി 75 പേർ എന്നാ പണിക്ക് പോകും? ഇപ്പം നമ്മൾ പട്ടാളത്തിൽ ചേർന്നാൽ എന്താണ്, 20 വർഷം 22 വർഷം സേവനം നടത്തിയതിന് ശേഷം, ഈ രാജ്യത്തെ സേവിച്ചതിന് ശേഷം, ഈ രാജ്യത്തോട് കൂറുള്ളവരായി, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരായി, വിമുക്ത ഭടന്മാരായി വിരമിക്കുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ ജീവിതം ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും എയർഫോഴ്സിലുമായി ഈ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ് വിമുക്ത ഭടന്മാർ. നാളത്തെ വിമുക്ത ഭടന്മാരാരാ? 5 കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന രക്തത്തിളപ്പുള്ള 10-24 വയസ്സുള്ള ചെറുപ്പക്കാർ ഇറങ്ങുന്നു. എന്താ പണി? ഒരു പണിയില്ല. എന്താ പണി? വാച്ചറ പണിയുണ്ട്. അതല്ലാതെ എന്താ പണിയുള്ള? ഒരു പണിയില്ല. 25% സംവരണം ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയെന്നറിയില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിലാണോ കേന്ദ്ര സർക്കാരിലാണോ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. കൊടുക്കുമെന്നാ പറയുന്നത്. ഇവർ പുറത്തിറങ്ങുമ്പോൾ തൊഴിലില്ലാത്ത ഈ ആയുധ പരിശീലനം നേടിയ, തോക്കടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചവരെ RSS ഉപയോഗിക്കില്ല എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇന്ത്യയിലെ പൗരന്മാർക്ക്? ആരെങ്കിലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നോക്കാലോചിച്ച് നോക്കൂ. കറക്റ്റല്ലേ? ഇതിന്റെ അപകടം മനസ്സിലാക്കണം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, 10-24 വയസ്സുണ്ട്, ആയുധ പരിശീലനമുണ്ട്, കായിക പരിശീലനമുണ്ട്, ഈ നല്ല ആരോഗ്യമുള്ള ശരീരവും ഈ ആയുധ പരിശീലനത്തിന്റെ അറിവും വെച്ചോണ്ട് എന്നാ പണിക്ക് പോകും? വിറക് കൊട്ടാൻ പോവോ? അതോ കുളം കുഴിക്കാൻ പോവോ? അവരെ ഉപയോഗപ്പെടുത്തും. ഇതാണ് നാസികളുടെ ജർമ്മനിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാസികൾ ഉപയോഗിച്ച അതേ ഇടവാണ്. നാസി പാർട്ടി രൂപീകരിച്ച ഹിറ്റ്ലറും കൂട്ടരും ആദ്യം ചെയ്ത് ചെറുപ്പക്കാരുടെ ഒരു ആയുധ സംഘടന ഉണ്ടാക്കുകയാണ്. ആ ആയുധ സംഘടന ജൂതന്മാരെ വംശഹത്യ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അവരുടെ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വീടുകൾ ഇതെല്ലാം ആക്രമിക്കുകയാണ്. ഒടുവിൽ ഈ അക്രമത്തിന്റെ അവസാനം വംശീയത പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ഈ ഒരു വിഭാഗത്തെ ഔദ്യോഗിക ആർമിയാക്കി മാറ്റുകയാണ്. അവരാണ് പിന്നെ നാസികളുടെ ആർമിയായി മാറുന്നത്. അവരാണ് SS. അവർ വന്നിട്ട് എന്ത് ചെയ്തു? അവരെ ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്തു. ജൂതവംശം അവസാനിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരന്മാരെ പിടിച്ചുകൊണ്ട്, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ജർമ്മൻ പ്രദേശങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും അതിക്രൂരമായി വിഷവാതകം കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും ജൂതന്മാരെയും കൊന്ന് ഹിറ്റ്ലർ വംശഹത്യ നടത്തിയെന്ന് മറക്കരുത്. അതിലേക്കല്ലേ ഇന്ത്യ പോകുന്നതെന്ന് ചിന്തിക്കും. ആരോഗ്യവും ആയുധ പരിശീലനമുള്ള ഈ ചെറുപ്പക്കാർ സമൂഹത്തിലേക്ക് തൊഴിലില്ലാത്തവരായി ഇറങ്ങിയാൽ ഇവരെ ആരെല്ലാം ഉപയോഗിക്കും? കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ആക്രമണം നടത്തേണ്ടവരും ഇവരെ ഉപയോഗിക്കില്ലേ? കാരണം അവർക്ക് ജീവിക്കണ്ടേ? മണ്ണ് വാരിച്ചൊന്ന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പച്ചില പറിച്ചെന്ന് ജീവിക്കാൻ പറ്റും? പുല്ല് പറിച്ചെന്ന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവർക്ക് ജീവിക്കണം. അപ്പൊ ജീവിക്കാൻ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ ഈ സമൂഹത്തിൽ ദോഷകരമായി ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കണം. ഇത് വലിയൊരു ഗൂഢാലോചനയാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഗൂഢാലോചന. RSSകാർ നിക്കറിട്ട് വടിയുമായി നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ആയുധം പിടിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ പരിഷ്കാരം. ഈ പരിഷ്കാരത്തിന്റെ അപകടം നമ്മൾ അങ്ങനെ ഓരോ പരിഷ്കാരവും, പൗരത്വ നിയമം, ഇന്ത്യയിലെ ഭരണഘടന പറയുന്നുണ്ട്, ഒരു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടി, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു നിയമനിർമ്മാണമോ ഒരു സംസ്ഥാന സർക്കാരോ ഒരു കേന്ദ്ര സർക്കാരോ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാം എന്ന് പറയുന്നു. അപ്പൊ പറയുന്നത് എന്താണ്? ആ ഗൾഫിൽ ഇപ്പൊ BJP-കാരൻ പറയുന്ന ഗൾഫിൽ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുമോ? ഗൾഫിൽ ആർക്കും പൗരത്വം കൊടുക്കത്തില്ല. കേരളത്തിലുള്ള പല മലയാളി ചെറുപ്പക്കാരും എനിക്കറിയാവുന്ന കുട്ടികൾ അവിടുത്തെ ഗൾഫിലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. മുസ്ലിം കുട്ടികൾ തന്നെ. ഈ പയ്യന്മാർ അവിടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവന്റെ കുഞ്ഞിന് പൗരത്വമുണ്ട്. പക്ഷെ അവന് കൊടുക്കില്ല. അവൻ അവിടെ ഉള്ളവർക്കേ കൊടുക്കുള്ളൂ. കാരണം അവിടെ കല്യാണം കഴിച്ചു കൊണ്ട് ഇപ്പൊ ഒരു പെണ്ണിനെ അവിടെ ചെന്ന് കല്യാണം കഴിച്ചു, അതിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവിടെ പൗരത്വം വാങ്ങിച്ച് അവളെ അങ്ങ് മൊഴിയൊല്ലിയാ എന്തോ ചെയ്യും? അതുകൊണ്ട് അവിടെ കൊടുക്കുകയില്ല. അത് അവിടെ തയ്യുമാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നരേന്ദ്രമോദി എന്ന നേതാവിന് ലജ്ജയുണ്ടോ അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ? ആരാ പോയതെന്ന് ആലോചിക്കണം. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞത് പൂജ കഴിഞ്ഞാൽ ഉടനെ നേരെ പോയത് ഒരു മുസ്ലിം രാജ്യത്തെ രാജാവ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച അമ്പലത്തിന്റെ പൂജാരിയായിട്ടാണ് നരേന്ദ്രമോദി പോയതെന്ന് ആലോചിക്കണം. ഈ രാജ്യത്തില്ലാത്ത മതേതരത്വം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെയുണ്ട്. നിങ്ങൾ ഗൾഫിൽ പോയി നോക്കണം. ഗൾഫിൽ ചെന്ന് നോക്കിയാൽ ജൂതന്റെ സിനഗോഗും മുസ്ലിമിന്റെ ദേവാലയവും ഹിന്ദുവിന്റെ ദേവാലയവും സിഖുകാരുടെ ഗുരുദ്വാരും എല്ലാം ഒരേ കെട്ടിടത്തിൽ കാണാം. ഒരേ സ്ഥലത്ത് തന്നെ, അടുത്തടുത്താണ്. ഓർത്തഡോക്സ് പള്ളിയുടെ ചർച്ച്, കത്തോലിക്കരുടെ, മർത്തോമക്കാരുടെ, കേരളത്തിൽ നിന്ന് പോയ മർത്തോമ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച്, ഇതെല്ലാം നിൽക്കുന്ന ഒരേ സ്ഥലത്താണ്. ദുബായിൽ, ഷാർജയിൽ ഒരു വശത്ത് അമ്പലത്തിൽ മണിയടിക്കുമ്പോൾ തൊട്ടമതിലിൽ
വാങ്ക് വിളിക്കുന്ന കേൾക്കാം. തൊട്ട മതിലില്ല കേട്ടോ, ഇടയിൽ മതിലില്ല. മതിലുകളൊക്കെ ഇവിടെയാണ് കൂടുതലും. നമ്മൾ ചവറയിലൊക്കെ മതിലുകൾ കുറവായിരുന്നു, ഇപ്പം മതിലുകൾ ഒരുപാട് വന്നു. പണ്ട് ഈ പ്രദേശത്തൊന്നും മതിലില്ലല്ലോ, എല്ലാവരും വേലിയുണ്ട്, നടന്നു പോകും, എല്ലാവരും ഒരു കുടുംബമാണ്. ഇപ്പം നമ്മൾ മതിലുകൾ കെട്ടി തിരിക്കുകയാണ്. നമ്മളെ മതത്തിന്റെ മതിലുകൾ കെട്ടി തിരിക്കുന്ന ഒരു ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കണം. ആര് ശബ്ദിക്കണം? കേരളത്തിലെ ജനങ്ങൾ ശബ്ദിക്കണം. കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ മലമറിക്കും എന്ന് പറഞ്ഞു ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ്. എന്തിനാമെന്ന് മത്സരിച്ച കേരളത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ എവിടെ മത്സരിച്ചാലും BJP കാരനുമായിട്ട് മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ വന്ന് CPI സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുക. കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിന് ഏറ്റവും അധികം വോട്ട് ഉള്ള, മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ വയനാടിൽ 3 നിയോജകമണ്ഡലം മാത്രമേ വയനാട്ടിലുള്ളൂ, ബാക്കി മുഴുവൻ മലപ്പുറത്താണ് കിടക്കുന്നത്. മുസ്ലിം ലീഗിന് അമിതമായ സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് ഏകപക്ഷീയമായ വിജയം കൈവരിക്കാൻ വരികയാണ്. ഷുവർ ജയിക്കണം. എന്നാൽ അതേസമയം അദ്ദേഹം അമേഠിയിൽ മത്സരിച്ചു, തോറ്റല്ലോ. ഇപ്പൊ അമേഠിയിലും റായ്ബറേലിയിലും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ച 2 സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ത്യയിൽ അധപ്പതിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആര് മത്സരിക്കണം? ഇപ്പൊ കൊല്ലത്ത് ആര് മത്സരിക്കണം എന്ന് LDF ആലോചിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ. മുകേഷ് സ്ഥാനാർത്ഥിയായി. മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയോട് അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത്. നരേന്ദ്രമോദി കാപ്പ് കുടിക്കാൻ വിളിച്ചവൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി, നിങ്ങൾക്ക് സംശയിക്കണ്ട, ഒറ്റയ്ക്കൊന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളെ കബളിപ്പിക്കുകയാണ്. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനതൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചേട്ടൻ. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന വേലയുണ്ട്, കാലി തൊട്ട് വീഴുക, അമന്ന് വീഴുക. അതല്ലേ നടക്കുന്ന. ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5ഉം 6ഉം പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത്? പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നക്കി നാക്കിൽ വയ്ക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ്. എവിടുന്നാ? തിരുവനന്തപുരത്ത് നിന്നാ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട്. അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരിങ്കൽ പള്ളി, അവിടെയും കയറിയില്ല. ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി, അരൂരിൽ മാതാവിന്റെ പള്ളി. ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി. എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത്. മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചു മക്കളെ, ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, അമ്മമാരെ, വൃദ്ധരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞത്. നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇൻകം ടാക്സുകാരൻ വീട്ടിൽ വരും. ചെമ്പിനകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാ. സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം. നമ്മൾ സ്വർണ്ണ, ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ 2 പേരെ പറ്റി കേട്ടിട്ടുള്ളൂ. ഒന്ന് MG രാമചന്ദ്രൻ, വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ. അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ NT രാമറാവു, തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ. ഇവർ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് MG രാമചന്ദ്രൻ്റെ കിഡ്നി അടിച്ചു പോയെന്നാണ് പറയുന്നത്. കാരണം ഇത് വയറ്റിന് ചേർന്ന സാധനമല്ല. അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോണെന്ന് അറിയില്ല. ഇയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു. പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും. ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ പിന്നെയും പിടിച്ച് കഴിക്കാം. ഈ കിരീടത്തിൽ ചെയ്തുള്ള പരിപാടിയാണെങ്കിൽ, ഇപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത്, കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത്, തട്ടാര് പറയുന്നത് കുറച്ച് പവൻ തന്നു, ബാക്കി ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് 4 പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 പവനിൽ നിന്ന് തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണും അതിനകത്ത്. അതിനാണ് നമ്മൾ പറയുന്നത്, ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, കോപ്പർ ഔട്ട് എന്ന് പറയും. അതായത് ചെമ്പ് പുറത്ത്, കള്ളത്തരങ്ങൾ പുറത്തു വരുന്നതാണ് ഇതൊക്കെ.
ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത്? ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുന്നു അവരുടെ ആളാന്ന് പറയും, പള്ളിയിൽ ചെല്ലുമ്പോൾ അവരുടെ ആളാന്ന് പറയും, ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും, നായന്മാരത്ത് ചെല്ലുമ്പോൾ നായരാന്ന് പറയും, ഈഴവരടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാന്ന് പറയും. ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും. വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നാണ്. ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ നാട്ടിലൊരു തമാശ കേൾക്കാം. ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മളെന്തിനാ തിരഞ്ഞെടുത്ത് വിട്ടത്? അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാം. കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും. ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു അതുകൊണ്ടാണ് ഇവിടെ 18 സീറ്റ് കിട്ടിയത്. ഇവിടെ 18 സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഒറ്റ കക്ഷിയാകുമ്പോൾ വലിയ ഒറ്റ കക്ഷിയാകുന്ന കുറയ്ക്കേണ്ട, LDFന് കൊടുക്കാനേക്കാൾ അവിടെ കൂടെ രണ്ടുപേരും എന്തായാലും BJPക്ക് എതിരാ. അപ്പം അവിടെ ചെല്ലുമ്പോൾ എന്താ ഇയാളെ കൂടെ നിൽക്കും. ഇയാള് അവിടെ വെച്ച് ഇയാള് പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും. ആര് രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ, പിടിച്ചു കെട്ടിയില്ല. പിന്നെ ഒരാള് പ്രധാനമന്ത്രി ആയാലേ കസേരയിൽ ഇരിക്കും നിർബന്ധം പിടിക്കാമോ? ശരി, പാർട്ടി തോറ്റു, മുന്നണി തോറ്റു, BJP അധികാരത്തിൽ വന്നു. ഈ ചെറുപ്പക്കാരൻ ഈ കന്യാകുമാരിയിൽ നിന്ന് ഈ റോഡിൽ കൂടെ കിടന്ന് തെണ്ടിത്തിരിയാതെ ഇയാൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി ഏറ്റെടുത്തില്ല? ഇയാൾ പാർലമെന്റിൽ ജയിച്ചു വന്നല്ലോ, ലോകസഭയിൽ ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന് BJP സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായില്ല? അത് വേറൊരാളുടെ തലയിൽ വെച്ചിട്ട് മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം, ഹിമാലയം, എവിടേക്കാണ് പോകുന്ന ആർക്ക് പറഞ്ഞു, എവിടെ പോയി എന്ന് സ്വന്തം പെറ്റതള്ളയ്ക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ്. കോൺഗ്രസ്സുകാരോട് വെച്ചാൽ അറിഞ്ഞേ കൂടാ എവിടെ രാഹുൽ ഗാന്ധി ഇന്ന്. എന്നാൽ അയാളെ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ചയെ കണക്ക് ഒരാൾ നടപ്പുണ്ട്. ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ? ബോവനമോളി ടോംസിൻ്റെ ബോവനമോളി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ബോവനമോളി. അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാ ചതുരത്തിനകത്തും ബോവനമോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി ചാടാണ്. പൂച്ച ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ്, എണീറ്റൊക്കെ നിൽക്കും ചിലപ്പോൾ ടോംസിൻ്റെ വരപ്പിൽ. ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞു, ഞാൻ ഇനി പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് അസഭ്യമാവേണ്ട, പൂച്ച എന്ന് വിളിക്കാം. പൂച്ചയാകുമ്പോൾ വലിയ അപകടമില്ല. അപ്പോൾ ഈ പൂച്ച എല്ലായിടത്തും കാണാം. പക്ഷെ ഇന്ന് വരെ ആയിരക്കണക്കിന് ബോവനമോളി നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പൂച്ച ഇന്ന് വരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പൂച്ച ചട്ടി കയറി മീൻ എടുത്തേക്കും എന്ന് ബോവനമോളിയുടെ അമ്മച്ചി പറയും. എടാ ചട്ടി അടച്ചു വീടാ, പൂച്ച കയറി തിന്നും എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ട്? അയാളെ പൂച്ചയായിട്ട് എല്ലായിടത്തും കണ്ടുകൂടെ? ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ? ബോവൻ്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര നടത്തി. കാശ്മീരിൽ ചെന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിഞ്ഞ് കളിച്ചേച്ച് പോന്നു. കാശ്മീർ എന്ന സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വെച്ച് മിണ്ടിയില്ല. അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് മിണ്ടിയില്ല. അതെടുത്തു കളഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല. ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ. അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. പകരം ഇവരെല്ലാം കൂടെ ഐസ് കട്ട ഉരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മഞ്ഞുരുക്കിയിട്ട് ഉരുട്ടിയിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും പോയിരുന്നു. ചെരുപ്പിടാതെ എന്തോ ഒരു അന്യായം എന്ന് ആലോചിച്ച് നോക്കി. ഈ ചെരുപ്പിടാതെ ഈ താരട്ട റോഡിൽ കൂടെ നടന്നു പോയിട്ടോ അങ്ങ് എന്നപ്പം ഈ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം BJP ചേർന്നു. കാരണം നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തും. അപ്പോൾ കുടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിന്ദാബാദ് നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം എന്ന് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അവരെ മെമ്പർഷിപ്പ് ചേർക്കുന്നു. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു. കാരണം BJPക്ക് അന്നേ ഉള്ളൂ, കോൺഗ്രസിനല്ല കേട്ടോ. കിഴക്കുന്ന് പടിഞ്ഞാറോട്ടൊരു വരെ വന്നു. മഹാരാഷ്ട്ര വന്നപ്പം എല്ലാവരും BJP ചേർന്നു. പിന്നെ ആരുമില്ല, സ്വീകരിക്കാൻ പോലും ആളില്ല, അവരെല്ലാം ചേർത്ത് കൊടുത്ത്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും. അങ്ങ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര BJPക്ക് ആളെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു, ആളെ കൂട്ടി കൊടുക്കാൻ. കേരളത്തിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി BJP ചേരാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ചേരാൻ ബാക്കിയുണ്ടോ? ഇനി മരിച്ചുപോയതോ മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ, മോനെ വേളം വേണ്ട, ഇല്ല അവരെവിടെ നോട്ടെ, അവരെന്തോട്ടെ, കുഴപ്പമില്ല, അവരെന്നോട്ടെ, കുഴപ്പമില്ല, ഒന്നും പറയില്ലേ, ഒന്നും പറയില്ലേ. ഇല്ല നമുക്ക് കേൾക്കാമല്ല, സൗണ്ട് കേൾക്കാം. ഞാൻ സ്പീക്കർ എടുത്തിരിക്കും, സൗണ്ട് കേൾക്കാം.
പത്രം റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവരവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല മോനെ, അവിടെ സമാധാനപ്പെടും. ഇത് കേൾക്കാനല്ല, അത് കഴിഞ്ഞ് ഞാൻ അങ്ങടുത്തോട്ട് വരാം, നമുക്ക് ബാക്കി അവിടെ സംസാരിക്കാം. ധൈര്യമായിട്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കട്ടെ, ഇങ്ങനെ ബഹളം ഉണ്ടാക്കി അതിൻ്റെ ശ്രദ്ധ പോകും കേട്ടോ. ഇപ്പം എവിടെ നിർത്തിയെന്ന് മറന്നുപോയി. എന്തോ പറഞ്ഞോണ്ടിരുന്നേ മറന്നുപോയല്ലോ. യാത്ര പോയി, ഇദ്ദേഹം യാത്ര പോയിട്ട് മഞ്ഞൊക്കെ ഉരുട്ടി എറിഞ്ഞ് തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ എന്താ, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും BJP ചേർന്ന് കഴിഞ്ഞു. പിന്നെ മരിച്ചുപോയവരുടെയും മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി. കാരണം ലീഡർ മരിച്ചു, ലീഡറുടെ മകള് ചേർന്നു. ആന്റണി സാർ തിരുവനന്തപുരത്തുണ്ട്, മരിച്ചില്ല എന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നു. ഇപ്പം പത്തനംതിട്ടയുള്ള കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും 2-3 വട്ടം മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമൊക്കെ ആയ ശ്രീ AK ആന്റണിക്ക് വോട്ട് ചെയ്യണോ, ആന്റോ ആന്റണിക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. മോനെ, ആ വിഷയം അവസാനിച്ചു. അവർ പത്രപ്രവർത്തകരാണ്, അവരിത് കവർ ചെയ്യേണ്ടവരാണ്. ആ വിഷയം അവസാനിച്ചു. നമ്മളിപ്പം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ വിഷയം അവസാനിച്ചു. ഇത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാലേ വിചാരിക്കും നിങ്ങൾ മറ്റേ ഡൽഹിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരാണ് തെറ്റിദ്ധരിക്കുക. അതൊന്നും ഇപ്പം അങ്ങനെ ചെയ്യല്ലേ. അപ്പോഴേ കഴിഞ്ഞില്ലേ അത്. ഇനി അവരെവിടെ സമാനമായിട്ടിരുന്നേ, നമ്മൾ വോളണ്ടിയേഴ്സ് ഒന്ന് സമാനം പാലിച്ചാൽ മതി. അപ്പം പത്തനംതിട്ടയിലെ സ്ഥിതി എന്താ? ഇപ്പം 2 പേര് മത്സരിക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് AK ആന്റണി, അനിൽ K ആന്റണി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ അയാൾ താമര, ആന്റോ ആന്റണി. ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇവർ 2 പേർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ്സുകാർ AK ആന്റണിയെ ആന്റോ ആന്റണിയോ കണ്ടാൽ കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ട് AK ആന്റണിക്ക് വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ AK ആന്റണി എഴുതി, ഇപ്പം അനിൽ K ആന്റണി എഴുതുന്നുണ്ടെങ്കിൽ അത് AK ആന്റണി ആണല്ലോ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ 2 വശത്ത് വോട്ട് ചെയ്യുമ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യും. അപ്പോൾ തോമസ് ഐസക്ക് 100-200% ജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാവിലെ ED ഇറങ്ങിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ പിടിക്കാൻ. എന്തിനാണ് ED പിടിക്കാൻ പോകുന്നത്? ധനകാര്യമന്ത്രി എന്ന നിലയിൽ മസാല ബോണ്ടിറക്കി. മന്ത്രി എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനം. അതിന് ഒരു മന്ത്രിയെ വീട്ടിൽ പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല ബോണ്ടിറക്കിയത്, വികസനം കൊണ്ടുവരാനാണ്. ഇവിടെ നമ്മുടെ ചിഞ്ചുറാണി മിനിസ്റ്റർ പറയുണ്ടായി 1400 കോടിയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇടതുപക്ഷ മുന്നണി സർക്കാർ, സഖാവ് പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളും കിഫ്ബി അടക്കമുള്ള വൻകിട പദ്ധതികളുമാണ്. 1400 കോടിയുടെ വികസനം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് അഭൂതപൂർവമായ അത്ഭുതകരമായ ഒരു മാറ്റമാണ്. ആ മാറ്റം മുന്നോട്ട് കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ മഹത്തായ നേട്ടം കൈവരിച്ചത്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. അദ്ദേഹത്തെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ മണ്ണിലേക്ക്, കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മളെ നിർത്തിക്കോ. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കഴിഞ്ഞ തവണത്തെ അബദ്ധം നമുക്ക് പറ്റാൻ പാടില്ല. ഇവിടെ നിന്ന് 18 പേർ പാർലമെന്റിൽ പോയിട്ട് കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ഉറപ്പായി. തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച പ്രതാപൻ പറഞ്ഞു, നരേന്ദ്രമോദിയെയും അമിത്ഷായുടെ മുമ്പിൽ വിരൽ ചൂണ്ടി ചോദിച്ചവൻ ഞാൻ മാത്രമേ ഉള്ളൂ. വിരൽ ചൂണ്ടിയവന് സീറ്റില്ല. കേരളത്തിൽ 18 എംപിമാരുള്ളതിൽ വിരൽ ചൂണ്ടിയവന് മാത്രം സീറ്റില്ല. കെട്ടിപ്പിടിച്ചവന് സീറ്റുള്ള കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കോൺഗ്രസിലെ മുഴുവൻ ആളുകളും BJPയിൽ ചേരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചവരും മരിച്ചവനൊപ്പം ജീവിച്ചിരിക്കുന്നവരായ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മക്കളും BJPയിൽ ചേർന്നു. എങ്ങനെ വിശ്വസിക്കും?
കൊല്ലത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളൊരു UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് വിട്ടാൽ അയാൾ 5 കൊല്ലവും BJPക്കെതിരെ പോരാടുമെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ എന്തിന് പുറത്തു നിൽക്കുന്നവർക്കോ UDFകാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ അവർ പറയുന്ന ഏത് പണിയും ചെയ്യാം. സ്തുതി പാടുകയാണ് നരേന്ദ്രമോദിക്ക്. സ്വകാര്യ സംഭാഷണങ്ങളിൽ സ്തുതി പാടുന്ന കൊല്ലം പാർലമെന്റിലെ UDF സ്ഥാനാർത്ഥി. വിരുന്നുണ്ണാൻ പോയതൊന്നും നമുക്ക് പ്രശ്നമല്ല. വിരുന്നുണ്ണാൻ എന്ത് തേങ്ങയാണ്? അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും, ഫ്രീ ആയിട്ട് ഫുഡുണ്ടോ എന്നാൽ 100 കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോകാമെന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് തിന്നാൻ എവിടെയും പോകും. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോയതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ വിധേയത്വം, അടിമത്വം, ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തപ്പോഴൊക്കെയുള്ള സംഭവങ്ങൾ അറിയാം. എല്ലാം നരേന്ദ്രമോദിയുടെ പക്ഷത്താണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും BJPയോടൊപ്പമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ BJP ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ തോറ്റ സ്ഥാനാർത്ഥിയുടെ അനുവാദം പോലും വേണ്ട. അയാൾ ഇതിനേക്കാളും വലിയ BJP ഭക്തനാണ്. മന്ത്രിയായിരിക്കെ ഷിബു ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ചു പറഞ്ഞു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇയാൾ മന്ത്രിയാ, ഓ അവിടൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം, കൊതിയല്ല കച്ചവടക്കാരന്റെ കൊതിയെല്ലാം ഗുജറാത്തിൽ കിടക്കുക, അവിടെ കണ്ടു പഠിക്കാനൊന്നുമില്ല. പാവപ്പെട്ടവര് സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ടേ തെരുവിൽ റോഡിന്റെ സൈഡിൽ ടാർപ്പ വലിച്ചു കെട്ടി കിടക്കുകയാണ്. വലിയ പാലങ്ങളുടെ, മോഡി പണിയുന്ന വലിയ പാലങ്ങളുടെ അടിയിൽ കിടക്കുകയാണ്. ഗുജറാത്തിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം. BJPക്കാർക്ക് തർക്കമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ. തെരുവിലാണ് ഉറങ്ങുന്നത്. കേരളത്തിൽ ആരെങ്കിലും തെരുവിൽ ഉറങ്ങുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ആ പദ്ധതിയിലൂടെ ആരെങ്കിലും തെരുവിൽ കിടക്കുന്നുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണിയുണ്ടോ, ദാരിദ്ര്യമുണ്ടോ? പെൺകുട്ടികളെയും കൊണ്ട് തെരുവോരത്ത് കയർ കട്ടിലിട്ട് കിടക്കുന്ന അമ്മമാരെയും രക്ഷകർത്താക്കളെയും നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും. നഗരത്തിലല്ല, നഗരം അങ്ങോട്ട് വിട്ടാൽ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, ദീർഘിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നു, ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി സംസാരിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ദളിതരും ജൈനരും ബുദ്ധമതക്കാരും സിഖ് മതക്കാരും എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാരതം എന്ന നമ്മുടെ സ്വപ്നമുണ്ട്. വൈവിധ്യങ്ങളുടെ ഏകത്വമായ ഭാരതം എന്ന ഭരണഘടനയും അതിൻ്റെ സങ്കല്പമുണ്ട്. ആ ഭരണഘടന രക്ഷിക്കാൻ, ഭാരതത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതേതരത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം അണിനിരക്കണം. 20 പാർലമെന്റ് സീറ്റിലും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമ്പോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന നമ്മുടെ പ്രിയങ്കരനായ മുകേഷ്, ഒരുപക്ഷെ മോഹൻലാൽ, മുകേഷ്, ഈ 2 വ്യക്തികളോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ള മുകേഷിൻ്റെ കൂടെയാണ്. ഞാൻ മുകേഷ് ഹീറോയും, ഞാൻ വില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ്, ട്രോളൊന്നും അടിക്കണ്ട. കാരണം എന്തറിയാം, അയാളൊരു മനുഷ്യനാണ്. 1:30 മണിക്ക് വിളിച്ചാൽ വേറെ പണിയില്ലേടാന്ന് ചോദിക്കും. അതിന് ഒരു തെറ്റുമില്ല. 1:30 മണിക്ക് ഫോൺ വിളിച്ചവൻ്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും. പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. 1:30 മണിക്കല്ല ഒരാളെ വിളിച്ച് ശല്യം ചെയ്യേണ്ടത്. മനുഷ്യൻ തളർന്നു വന്നിരുന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാൻ ഇഷ്ടപ്പെടൂ? ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സൗകര്യമാർക്കും ഇഷ്ടപ്പെടൂ? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പം 1:30 മണിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സമയമുണ്ടല്ലോ, നേരം വെളുത്ത് സൂര്യ ഉദിച്ചു കഴിഞ്ഞ സമയമുണ്ടല്ലോ, അപ്പോഴല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളിനെ കുറ്റം, ഒരു MLA ഒക്കെ ശരിയാ എന്ന് കരുതി 1:30 മണിക്ക് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്നത്. അതിന് ആ വക ന്യായങ്ങളും അത്തരം ട്രോളുകളും ഒന്നും മുഖവിലേക്ക് ഇടകണ്ട. ഈ കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞത്, സോഷ്യൽ മീഡിയ പറഞ്ഞത് പലതും തട്ടിപ്പായിരുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ഒരു ഗവൺമെന്റ്, ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രധാനം. അത് പരിഗണിച്ചുകൊണ്ട് പ്രിയങ്കരനായ മുകേഷ് കഴിഞ്ഞ 8 വർഷവും കൊല്ലം അസംബ്ലി മണ്ഡലത്തിന് വേണ്ടി ചർച്ചയുടെ നല്ല കാര്യങ്ങൾ, ഗുരുദേവന്റെ നാമത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കൺവെൻഷൻ സെന്റർ അടക്കം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത മുകേഷിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുകൊണ്ട് അഭിമാനത്തോടെ പറയാം, മുകേഷിനെ നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിങ്ങളുടെ സ്നേഹമുള്ളൊരു സഹോദരനായി, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളെ രസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന മുകേഷിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, കൊല്ലത്തിൻ്റെ സ്പന്ദനം, സാവ് M. മുകേഷിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 3 മന്ത്രിമാരാണ് ഇവിടെ ഉള്ളത്. ശ്രീ KN ബാലഗോപാൽ, ചിഞ്ചു റാണി, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ KB ഗണേഷ് കുമാർ, വേദിയിലിരിക്കുന്ന LDF നേതാക്കന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ,
സുദീർഘമായ ഒരു പ്രസംഗമില്ല. നിങ്ങൾക്കറിയാം, ഞാൻ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 1.5 മാസമായി കൊല്ലത്തിൻ്റെ എല്ലാ സ്ഥലത്തും 2 റൗണ്ട് പോയി. ഒരു അതിശയോക്തിയല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏച്ചുകെട്ടലൊന്നുമില്ല. അതിഗംഭീരമായ വരവേൽപ്പാണ് LDF-നും സ്ഥാനാർത്ഥിക്കും ലഭിച്ചത്. അപ്പോൾ ഈ പ്രചരണം തുടങ്ങുന്ന സമയത്ത്, ഞാനെല്ലാം സത്യസന്ധമായി പറയുന്ന ആളാണ്, പ്രചരണം തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരും എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, 7 മണ്ഡലങ്ങളാണ് മുകേഷ്, കൊല്ലം മണ്ഡലം മാത്രമാണ് ഇതുവരെ നിന്ന് ജയിച്ചത്, ഇത് 7 മണ്ഡലമുണ്ട്, 6 മണ്ഡലങ്ങളും ഒക്കെയാണ് ചവറ സൂക്ഷിച്ചോണം. ഞാൻ പറഞ്ഞു, അതെന്താണ് ചവറയ്ക്കൊരു പ്രത്യേകത? അണ്ടർ കറണ്ട് ഉണ്ട്, സൂക്ഷിച്ചോണം. കാര്യം ചവറയാണ്, നമ്മൾ കാണുമ്പോൾ ആളുകൾ ചിരിക്കും, പക്ഷേ ആ ചിരി ശരിയല്ല. ഞാൻ പറഞ്ഞു, 41 കൊല്ലമായിട്ട് ഞാൻ അഭിനയമാണ് എൻ്റെ തൊഴിൽ, ചിരി ഏത് ചിരിയാന്നുള്ളത് മനസ്സിലാക്കും എനിക്ക്. എന്നാൽ ഈ അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് എന്നാണ് വന്നത്? അതിനു മുമ്പ് ശക്തമായ ഒരു അണ്ടർ കറണ്ട് ചവറയിലുണ്ട്. 75 കൊല്ലങ്ങൾക്ക് മുമ്പ് KPAC എന്നൊരു നാടക ട്രൂപ്പ്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരു നാടകം ആദ്യമായി ഉദ്ഘാടനം ചെയ്ത് കളിച്ചത് തട്ടാശ്ശേരി എന്ന ചവറ മണ്ഡലത്തിലാണ്. ഒരു നാടകം കളിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അന്ന് 70 നാടകങ്ങൾ ആ ദിവസം ബുക്ക് ചെയ്തു. കാരണം എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ, എന്താണ് സാധാരണക്കാരൻ്റെ അവസ്ഥ, എന്താണ് അവർണരുടെ അവസ്ഥ, എന്താണ് ദളിതന്മാരുടെ അവസ്ഥ, എന്താണ് കർഷക തൊഴിലാളികളുടെ അവസ്ഥ എന്ന് സാധാരണ ജനങ്ങൾ, നിഷ്പക്ഷമതികൾ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി കണ്ട് വിജയിപ്പിച്ചത്, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതാണ് സത്യം. അന്ന് ശ്രീ തോപ്പിൽ ബാസി, അദ്ദേഹമായിരുന്നു അതിൻ്റെ നാടകം എഴുതിയതും സംവിധാനം ചെയ്തതും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ആ ഒരു കൂട്ടായ്മയുടെ വലിയൊരു ബ്രില്യൻസ് എന്നെ എപ്പോഴും വശീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബ്രില്യൻസ് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. നാടകം കഴിഞ്ഞ് ആൾക്കാർ കോരിത്തരിച്ച് നിൽക്കുമ്പോൾ മുമ്പിൽ നിന്നും ഒരു സഖാവ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ 15 മിനിറ്റ് നാടകം കണ്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിഷ്പക്ഷമതികളും എല്ലാവരും ആ മുദ്രാവാക്യം ഏറ്റു വിളിച്ചിരുന്നു. ആ സ്ഥലത്ത് ആ അണ്ടർ കറണ്ട് ഇപ്പോൾ ശക്തമായി ഞാൻ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. വേറെ ഒരു അണ്ടർ കറണ്ടിനും സ്ഥാനമില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ചവറയുടെ അണ്ടർ കറണ്ട് ഈ പ്രാവശ്യം LDF അനുകൂലമായിട്ട് വരും. കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമുക്കറിയാം, ഇവിടെ പ്രസംഗിച്ച 2 പേരും പറഞ്ഞു എങ്ങനെയൊക്കെയാണ് BJP, നമ്മൾ BJPയെ പറ്റി പറയേണ്ട കാര്യമില്ല, എങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ UDF-ഉം 10 കൊല്ലമായിട്ടൊക്കെ നമ്മൾ കാണുന്ന ആളുമൊക്കെ ചാഞ്ചാടി നിൽക്കുകയാണ്. അദ്ദേഹം ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ പത്രം വായിക്കുമ്പോൾ എന്നെപ്പറ്റി എന്താണ് ഇവരൊരു കുറ്റം കണ്ടുപിടിച്ചത്, എന്നെപ്പറ്റി എന്താണ് ഒരു മോശം പറയാൻ ഇവരെന്താണ് ഒരു ട്രോള്, ഈ 1.25 മാസം കൊണ്ട് ആകെക്കൂടെ കിട്ടിയ ഒരു ട്രോള്, ഇയാളൊരു കലാകാരനല്ലേ, ഞാൻ ഒരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, ഇയാളെ എന്തിന് ജയിപ്പിക്കണം, എന്നെ ജയിപ്പിക്കണം, ഇതാണ് ആകെക്കൂടെ കിട്ടിയ ഒരു ട്രോള്. ഞാൻ ഉടനെ തന്നെ ഈ നോംസും ഒക്കെ നോക്കി, റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നോക്കി, കലാകാരന്മാർക്ക് പാർലമെന്റ് ഇലക്ഷന് നിൽക്കാൻ യോഗ്യതയില്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം എല്ലാം അറിയാവുന്ന ആളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭ്രാന്തിയാണ്, സംഭ്രമമാണ്, ആശങ്കയാണ്. ഇനി പറയുന്നതെല്ലാം തെറ്റായി പോകും. ഒരു രാജ്യം ഏറ്റവും ഐശ്വര്യസമ്പൂർണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ കലാപ്രവർത്തനം നോക്കിയാണ്. ഒരു രാജ്യം നശിക്കുമ്പോൾ ആദ്യം നശിക്കുന്നത് കലയാണ്. കലയാണ്
ഒരു രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതും കാണാം, പക്ഷേ കലാകാരനെ കാണാൻ പറ്റില്ല, കലാപ്രവർത്തനവും കാണാൻ പറ്റില്ല. അവരൊക്കെ ജയിലിനകത്താണ്. ഇറാനിലും ഇറാഖിലുമൊക്കെ അവിടുത്തെ വലിയ സംവിധായകരും കലാകാരന്മാരൊക്കെ പുറത്താണ് പോയി കല പ്രകടിപ്പിക്കുന്നത്. പാകിസ്ഥാനിലും അത് തന്നെയാണ്. അതെല്ലാം തന്നെ ആടി ഒലഞ്ഞ രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം, ഇന്ത്യയുടെ ഏറ്റവും വലിയ യശസ്, അഭിമാനം എന്ന് പറയുന്നത് ഇവിടുത്തെ കലയാണ്. അതുപോലും മനസ്സിലാക്കാതെ ഒരു കലാകാരൻ എന്ന് വളരെ നിന്ദ്യമായ രീതിയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും കാവ്യനീതി അവിടെ നടപ്പാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പറഞ്ഞു, ബഡായി ബംഗ്ലാവ് അല്ല പാർലമെന്റ്. ബഡായി ബംഗ്ലാവിൽ കലയുണ്ട്, നർമ്മമുണ്ട്, എൻ്റെ ജീവിതമാർഗവുമാണ്. അത് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. പക്ഷേ ഞാൻ ഇലക്ഷൻ നിന്ന ആ ഫസ്റ്റ് ഡേ തന്നെ 1748 കോടി രൂപയുടെ വികസനത്തിൻ്റെ ഒരു ബ്രോഷർ തയ്യാറാക്കി. ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര കോടി രൂപ. എതിർ സ്ഥാനാർത്ഥി നാളെ എൻ്റെ വികസന രേഖ, നാളെ, മറ്റന്നാൾ, നാളെ, അങ്ങനെ 20 ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്ന് 2-3 ദിവസം മുമ്പ് വികസന രേഖ കാണിച്ചു. നമ്മളൊക്കെ പല തമാശകളും കണ്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷനുള്ള ആളിനെ കണ്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് എയർപോർട്ടുള്ള ആളിനെ കണ്ടിട്ടുണ്ട്, ചിലപ്പം പാർലമെന്റ്, എൻ്റെയാണ് പാർലമെന്റ് എന്ന് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം പറയുന്നു ബൈപ്പാസ് ഇദ്ദേഹത്തിൻ്റെയാണ്, റെയിൽവേ സ്റ്റേഷൻ ഇദ്ദേഹത്തിൻ്റെയാണ്. അതും പുനലൂർ വരെ ഉള്ളൂ, പുനലൂർ കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ ഏറ്റെടുക്കും. സത്യസന്ധമായി പറയുകയാണ്, ബഡായി ബംഗ്ലാവിൽ പോലും ഞാൻ ഇത്ര തമാശ പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റത്തില്ല, നമ്മുടെ സംവിധായം സമ്മതിക്കത്തില്ല. ലോജിക്കുള്ള കാര്യങ്ങൾ പറയടോ, ഇത് നിർത്ത് എന്ന് പറയും. കാര്യം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ലോജിക്കുള്ള തമാശകൾ മാത്രമേ ആസ്വദിക്കൂ, മനസ്സിലാക്കൂ, അറിയൂ. അപ്പോൾ അങ്ങനെ വളരെ പരിഹാസ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചവറയുടെ ശരിക്കുള്ള അണ്ടർ കറണ്ട് നിങ്ങൾ ഏപ്രിൽ 26 കാണിക്കേണ്ടവർക്ക് കാണിച്ചു കൊടുക്കും. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് എൻ്റെ ചിഹ്നം. എം മുകേഷ് എന്നാണ് എൻ്റെ പേര്. നന്ദി, നമസ്കാരം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സാവ് പിണറായി വിജയനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയും ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവരും തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഉൾക്കൊണ്ടു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇത് മുൻപുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഒന്നാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ തോതിൽ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രത്തെ അപകടപ്പെടുത്തുന്ന, രാഷ്ട്രം അംഗീകരിച്ച മൂല്യങ്ങൾ ഓരോന്നോരോന്നായി തകർത്തുകൊണ്ടിരിക്കുന്ന
സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെ BJP RSS നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷിയാണ്. ആ കക്ഷി അധികാരത്തിൽ വന്നതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ദേശീയോദ്ഗ്രഥനം, അങ്ങനെ എന്തെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളായുണ്ടോ അതെല്ലാം തകർക്കുകയാണ്. കാരണം സംഘപരിവാർ ഇതിനെല്ലാം എതിരാണ്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ RSSൻ്റെ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട BJP കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ ഇതെല്ലാം തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിക്കേണ്ട ഒരു ഘട്ടം കൂടി വരികയാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിച്ച മുൻകാല സന്ദർഭങ്ങളുണ്ട്. അത് ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് ഒരു കൂട്ടം ആളുകൾ രാജ്യത്താകെ പറഞ്ഞു നടന്ന കാലം. രാജ്യത്തിൻ്റെ ജനാധിപത്യ രീതികളാകെ അട്ടിമറിക്കപ്പെട്ട കാലം. നമ്മുടെ ജീവിക്കാനടക്കമുള്ള മൗലികാവകാശങ്ങൾ എല്ലാം റദ്ദ് ചെയ്യപ്പെട്ട കാലം. അത്തരമൊരു രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി 1977 തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അപ്പോൾ ആ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾക്കുമെല്ലാം വലിയ ആപത്ത് സംഭവിക്കാനിടയുണ്ടെന്നും ആ ഘട്ടത്തിൽ രാജ്യത്ത് നടപ്പാക്കിയ അമിതാധികാര വാഴ്ച കൂടുതൽ തീവ്രമാകാനിടയുണ്ടെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവിടെയാണ് ജനങ്ങളുടെ കരുത്ത് ജനാധിപത്യ സംരക്ഷണത്തിനായി പ്രയോഗിച്ചത്. അതിൻ്റെ ഫലം ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതായിരുന്നു. ഇതിന് സമാനമായ സംഭവമല്ലെങ്കിലും 2004 നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ സുപ്രധാനമായൊരു വിധി നൽകുന്ന നിലയുണ്ടായി. 2004 വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരുന്ന കാലമാണ്. വാജ്പേയി BJPയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്. അദ്ദേഹം ആ സർക്കാരിന് രണ്ടാം ഊഴം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. BJP സർക്കാരിന് രണ്ടാം ഊഴം നൽകിയാൽ രാജ്യത്തിന് സംഭവിക്കാനിടയുള്ള ആപത്തിനെക്കുറിച്ച്
ജനങ്ങൾ ബോധവാന്മാരാകുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് രണ്ടാം ഊഴം നൽകാൻ ഒക്കില്ല എന്ന നിലപാട് ജനങ്ങളെടുത്തു. അതിൻ്റെ ഫലം വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടിയായി മാറി. അപ്പോൾ ജനാഭിലാഷം ബി ജെ പി തുടർഭരണം നടത്താൻ പാടില്ല എന്നാണ്. ആ ജനാഭിലാഷം മാനിച്ച് രാജ്യത്തെ ഇടതുപക്ഷം കോൺഗ്രസ് എന്താണെന്ന് നല്ല നിശ്ചയമുള്ള ഇടതുപക്ഷം ആ ഘട്ടത്തിൽ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ്സിന് പിന്തുണ നൽകി. അതായിരുന്നു ഒന്നാം UPA സർക്കാർ. ഒന്നാം UPA സർക്കാരിന് ഇടതുപക്ഷ പിന്തുണയുണ്ടായതോടെ കോൺഗ്രസിൻ്റെ തനത് സ്വഭാവം കാണിക്കാൻ പറ്റാതെയായി. പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ രീതി നടപ്പാക്കാൻ നോക്കിയപ്പോൾ അതിന് തടയിടുന്ന അവസ്ഥ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മുടെ രാജ്യത്ത് ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇടതുപക്ഷ പിന്തുണ ഉപകരിക്കുകയും ചെയ്തു. അതിലൊന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി, വനാവകാശ നിയമം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായവ നടപ്പാക്കാൻ അന്നത്തെ ഒന്നാം UPA ഗവൺമെൻറ്റിന് സാധിച്ചു. ഇവിടെ ആ ഘട്ടത്തിൽ ചില പരിഷ്കരണങ്ങൾ സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. ലോകത്തെല്ലാം അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ വലിയ രാഷ്ട്രങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇന്ത്യയിലും ആ പരിഷ്കരണങ്ങൾ വേണം എന്ന് കോൺഗ്രസ്സിന് ആഗ്രഹം. പക്ഷേ ആ പരിഷ്കരണങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിച്ച പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ പരിഷ്കരണം നടപ്പിലാക്കിയ മിക്കവാറും രാജ്യങ്ങളിലെ വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കിങ് സ്ഥാപനങ്ങൾ എല്ലാം തകർന്നടിഞ്ഞുപോയി. എന്നാൽ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് സ്ഥാപനവും തകർന്നില്ല, ഒരു ധനകാര്യ സ്ഥാപനത്തിനും പോറലേറ്റില്ല. എന്തുകൊണ്ട്? ആ പരിഷ്കരണം ഇവിടെ നടപ്പാക്കിയിരുന്നില്ല. പരിഷ്കരണം നടപ്പാക്കിയെടുത്തൊക്കെ വലിയ തിരിച്ചടി ഈ സ്ഥാപനങ്ങൾക്കുണ്ടായി. കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണെങ്കിലും പൊതുവെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന നില വന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയെ ഒരു പൊല്ലാപ്പായാണ് കോൺഗ്രസ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഇല്ലാതാക്കുന്നതിനുള്ള
നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നു. അത് സംഭവിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനവിധി UPAക്ക് അനുകൂലമായിരുന്നു. രണ്ടാം UPA സർക്കാർ വന്നു. രണ്ടാം UPA സർക്കാർ കോൺഗ്രസ് കണ്ട ഈ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്ന അലോസരമില്ലാത്ത സർക്കാരായിരുന്നു. ആ സർക്കാർ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലം കടുത്ത അതൃപ്തി രാജ്യത്തെ ജനങ്ങളിലാകെ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കൃഷിക്കാർക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലൂടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ താങ്ങുവില നിശ്ചയിക്കുന്നത്, അത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ നിശ്ചയിച്ചത് ഒന്നാം UPA സർക്കാരായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ സർക്കാർ രാജ്യത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സംവിധാനം വേണമെന്ന് കണ്ടതുകൊണ്ടാണ് സ്വാമിനാഥൻ കമ്മീഷൻ വന്നത്. പക്ഷേ ആ കമ്മീഷൻ 3 വർഷം കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. അത് പരിശോധിക്കുന്ന നില വന്നത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ്. ഇടതുപക്ഷ പിന്തുണയില്ല. കോൺഗ്രസിൻ്റേതായ രീതി സ്വീകരിച്ചു. അവർ ചെയ്തത്, ഇത് മാർക്കറ്റ് ദുർബലപ്പെടുത്തും ഇത് താങ്ങുവില കൊടുത്താൽ. അതുകൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കലായിരുന്നു. അന്ന് ആ വഞ്ചനയാണ് കൃഷിക്കാരോട് കാണിച്ചത്. കൃഷിക്കാരോട് കൂടുതൽ അവഗണന തുടരുന്ന നിലയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതെല്ലാം രണ്ടാം UPA സർക്കാർ കോൺഗ്രസിൻ്റെ തനത് സ്വഭാവത്തിൽ കാര്യങ്ങൾ നീക്കിയപ്പോഴുണ്ടായതാണ്. മറ്റൊരു പ്രശ്നം ഇതേ കാലത്തുണ്ടായി. വാജ്പേയിയുടെ ഗവൺമെൻറ് കാലത്ത് ആസിയാൻ കരാറിൻ്റെ ആദ്യ രൂപമായി. പിന്നെ ഒന്നാം UPA സർക്കാർ കോൺഗ്രസ്സിന് വല്ലാത്ത നിർബന്ധം ആസിയാൻ കരാർ ഒപ്പിടണം. ആസിയാൻ കരാർ ഒപ്പിട്ടാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആസിയാൻ കരാർ ഒപ്പിടേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. അതുകൊണ്ട് ഒന്നാം UPAയുടെ കാലത്ത് ആസിയാൻ കരാർ ഒപ്പിട്ടില്ല. രണ്ടാം UPA വന്നു, ഇടതുപക്ഷ പിന്തുണയില്ല. ആ കാലത്താണ് ആസിയാൻ കരാർ ഒപ്പിട്ടത്. ആസിയാൻ കരാർ ഒപ്പിടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനവുമായോ ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായോ ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറായില്ല. ആ വഴിക്ക് തീരുമാനമെടുത്ത് പോവുകയായിരുന്നു. അതിൻ്റെ ഫലം എന്താ? നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ തകർച്ച. ഇപ്പോൾ തകർന്നടിഞ്ഞു കിടക്കുന്ന റബ്ബറില്ലേ, അതിതിൻ്റെ ഭാഗമാണ്. ഈ കരാറിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലേക്ക് റബ്ബർ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടു. ടയറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, റബ്ബറിൻ്റെ വില താഴോട്ട് പോകുന്നു. ഇവിടെ
90% റബ്ബർ ഉൽപ്പാദിപ്പിച്ച നാടായിരുന്നു കേരളം. ഇപ്പോഴത് 70% നിൽക്കുകയാണ്. കാരണം കൃഷിക്കാർ റബ്ബർ കൃഷിയോട് മടുപ്പ് കാണിക്കുന്നു. ഈ കാര്യത്തിൽ ഇറക്കുമതി ചുങ്കം നേരത്തെ കുറച്ചു, വല്ലാതെ എടുത്തു കളയുന്ന നിലയെടുത്തു. ആസിയാൻ രാജ്യങ്ങൾ വലിയ തോതിലാണ് ഇങ്ങോട്ട് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത്. ടയർ കമ്പനികൾ കൃഷിക്കാരെ വഞ്ചിച്ചു എന്ന് ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിച്ചൊരു കമ്മീഷൻ കണ്ടെത്തി. ആ കമ്മീഷൻ 1800 കോടി രൂപയാണ് പിഴയിട്ടത്. ആർക്ക്? ഈ പറഞ്ഞ ടയർ കമ്പനികൾക്ക്. അതിലൊരു പ്രധാനപ്പെട്ട ടയർ കമ്പനി കേരളത്തിലെ MRF ആണ്. പക്ഷേ ഈ 1800 കോടി രൂപ ഈടാക്കി, ടയർ കമ്പനികൾ ഈടാക്കി കൃഷിക്കാർക്ക് നൽകാൻ തയ്യാറാകേണ്ടതാണ്. അതാണ് പൊതുവിൽ രാജ്യത്ത് ഇടതുപക്ഷവും കേരളത്തിൽ LDFും ആവശ്യപ്പെട്ടത്. ഒരു നടപടിയുമില്ല. ടയർ കമ്പനികൾ പോയി സ്റ്റേ സമ്പാദിച്ചു. അതിനനുകൂലമായ നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഈ രണ്ടു കൂട്ടർക്കും ഒരേ സാമ്പത്തിക നയമായതുകൊണ്ട് അതിനെ രണ്ടു കൂട്ടരും ഒരേ നയത്തോടെയാണ് സമീപിച്ചത്. UPA ഗവൺമെൻറ്, രണ്ടാം UPA ഗവൺമെൻറ് പാസാക്കിയ, അംഗീകരിച്ച ആസിയാൻ കരാർ പിന്നീട് വന്ന BJP ഗവൺമെൻറ് നല്ല രീതിയിൽ തുറന്നു പോവുകയാണ്. ഇതാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം. രാജ്യമാകെ അതൃപ്തി, എല്ലാ ജനങ്ങളും അസംതൃപ്തർ. അവിടെയാണ് BJP വലിയ തോതിൽ രംഗപ്രവേശം ചെയ്തത്. ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാന പെരുമഴ. 15 ലക്ഷം രൂപ വരെയാണ് ഓരോ അക്കൗണ്ടിലേക്ക് വാഗ്ദത്തം ചെയ്തത്. രാജ്യത്ത് പലയിടങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരം. അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ ദുർഭരണത്തിലൂടെ ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തിയുടെ ഭാഗമായി BJPയുടെ കയ്യിൽ വീണ്ടും എത്തി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റം ജനവിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചു പോയത്. നേരത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഏതെല്ലാം തരത്തിലുള്ള ജനവിരുദ്ധ നടപടികൾ സ്വീകരിച്ചോ അതേ രീതിയിൽ തന്നെയുള്ള നടപടികളുമായി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോയി. എന്താ ഫലം? നമ്മുടെ നാട്, നമ്മുടെ രാജ്യം വലിയ തോതിൽ പുറകോട്ടടിക്കപ്പെട്ടു. ഇപ്പോൾ ലോകത്ത് ഇന്ത്യയാണ് ഏറ്റവും വലിയ ദരിദ്രം ഉള്ളൊരു രാഷ്ട്രം. ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക ദാരിദ്ര്യം അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കി. അതിൽ നമ്മുടെ സ്ഥാനം, രാജ്യത്തിൻ്റെ സ്ഥാനം 107ആണ്. പിന്നെ 14 രാഷ്ട്രങ്ങളെ ബാക്കിയുള്ളൂ. ഇവിടെ ആലോചിക്കേണ്ടത് 108-ൽ നിന്ന് 107 ആയതല്ല, 55-ൽ നിന്ന് 107-ലേക്ക് പതിച്ചതാണ്. എന്താ കാര്യം? ജനവിരുദ്ധമായ സാമ്പത്തിക നയം. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഇതാണ്
BJP നടപ്പാക്കിയ സാമ്പത്തിക നയം. ഇതേ നയമാണ് കോൺഗ്രസ് നടപ്പാക്കിയത്. അതേ നയം തന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തുറന്നു. കാരണം രണ്ടു കൂട്ടരും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും സാമ്പത്തിക നയത്തിലില്ല. ഇതാണ് നാം കാണേണ്ടത്. രാജ്യം പാപ്പരീകരിക്കപ്പെട്ടു. നയമാണിതിലൊക്കെ പ്രധാനം. ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു പൊതു സാഹചര്യം നിൽക്കുമ്പോൾ ആ രാജ്യത്തിനകത്തുള്ള കേരളം എവിടെ നിൽക്കുന്നുവെന്നത് നാം കാണേണ്ടതാണ്. നമ്മുടെ രാജ്യം പൊതുവെ നല്ല ഭാഗം ദരിദ്രരായി കഴിയുമ്പോൾ കേരളമാണ് ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം. എന്തുകൊണ്ടാണത് വന്നത്? നാം ഇവിടെ നടപ്പാക്കുന്ന നയം BJPയുടെയും കോൺഗ്രസിൻ്റെയും നയമല്ല. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം ഇവിടെ നടപ്പാക്കുകയാണ്. ആ ബദൽ നയത്തിൽ പാവപ്പെട്ടവർക്കാണ് മുൻഗണന. അശരണർ, വലിയ തോതിൽ സഹായം അർഹിക്കുന്നവർ, അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനാണ് നമ്മുടെ നാട് ശ്രമിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ആ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് 45 രൂപ കൊടുത്തുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ആ പെൻഷൻ ഇപ്പോൾ എവിടെയെത്തി? ഈ 45 രൂപ കൊടുക്കുന്ന കാലത്ത് അതിനെതിരെ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പുറകോട്ട് പോയില്ല. പിന്നീട് വിവിധ മേഖലകളിലേക്ക് അത് വ്യാപിപ്പിച്ചു. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് കടലാസിലുള്ള പെൻഷൻ 600 രൂപയാണ്. പക്ഷെ അത് ആളുകൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. 1.5 വർഷത്തെ അടക്കം കുടിശ്ശികയാണ് ആ കാലത്തുണ്ടായത്. LDF സർക്കാർ ആദ്യമേ തന്നെ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് മുൻകൈയെടുത്തത്. അതിനുശേഷമാണ് സംഖ്യ 600-ൽ നിന്ന് വർദ്ധിക്കാൻ തുടങ്ങിയത്. 1600-ൽ വന്നു നിന്നു. ഇപ്പോൾ 60 ലക്ഷത്തിൽ പരം ആളുകൾക്ക് 1600 രൂപ വീതം പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇതിനെക്കുറിച്ചാണ് ധനമന്ത്രി പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചത്. എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ഇത്ര വലിയ തുക പെൻഷൻ കൊടുക്കുന്നത്? നമുക്ക് ആ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയം അംഗീകരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കൃത്യമായി ബദൽ നയം നടപ്പാക്കപ്പെട്ടത്. എന്താ ഫലം? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം. എത്ര? നേരത്തെ 0.7% കേരളത്തിലെ അതിദരിദ്രർ. ഈ 0.7% എന്നത് അതങ്ങ് അവഗണിക്കുകയല്ല നമ്മുടെ നാട് ചെയ്തത്. നമ്മുടെ അടുത്താണ് അത്തരം ആളുകൾ താമസിക്കുന്നത്.
അവരെ പ്രത്യേകമായി പട്ടികപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ 64,006 കുടുംബങ്ങളുണ്ട്. അവരാരാണെന്ന് ആദ്യം കണക്കാക്കി. ആ ആളുകളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക, അതിനാണ് പിന്നീട് തീരുമാനമായത്. 3 വർഷം കൊണ്ട് അത് നടപ്പാക്കും. 2025 നവംബർ 1 കേരളത്തിൽ പരമദരിദ്ര കുടുംബങ്ങളില്ലാതിരിക്കുക, ഇതിനാണ് നടപടിയെടുത്തത്. 1 വർഷം കഴിഞ്ഞു. ഈ കഴിഞ്ഞ നവംബർ 1 40,000-ഓളം കുടുംബങ്ങൾ മുക്തരായി കഴിഞ്ഞു. അപ്പോൾ ഒരു സംശയമില്ല, ഈ വർഷം നവംബർ 1 ഏകദേശം എല്ലാ കുടുംബങ്ങളും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, 2025 നവംബർ 1 നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ കേരളത്തിൽ ഒരു കുടുംബവും പരമദരിദ്രാവസ്ഥയിൽ ഉണ്ടാകില്ല. ഇത്തരമൊരു അവകാശവാദം ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് പുറപ്പെടുവിക്കാൻ കഴിയുമോ? അവിടെയാണ് വ്യത്യാസം. പോട്ടെ, ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടപ്പാക്കിയല്ലോ, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടപ്പാക്കും എന്ന് പറയാൻ എത്ര സംസ്ഥാനങ്ങൾ തയ്യാറാകും? അതിലൊക്കെയാണ് നയത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ആ നയം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് കേരളം ഇവിടെ സ്വീകരിച്ചത്. പക്ഷേ ഇതിന് വല്ലാത്ത പക ആർക്ക്? BJP സർക്കാരിന്. ഏതെങ്കിലും തരത്തിൽ ഇതാകെ തകർക്കണം, കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കണം. കേന്ദ്ര ധനമന്ത്രി ഇവിടെ വന്ന് നമ്മളെ ഉപദേശിച്ചത് ക്ഷേമ പെൻഷനുകൾ അതേ രീതിയിൽ തുടരാൻ പാടില്ലെന്നായിരുന്നു. നമ്മളത് അംഗീകരിച്ചില്ല. എന്നാൽ നിങ്ങളെങ്ങനെ കാര്യങ്ങൾ നടത്തും എന്നത് കാണണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ നാടിനെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. ആ നടപടികളിൽ കേരളം വലിയ തോതിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിലാണ് പാർലമെൻറ്റ് അംഗങ്ങൾ സാധാരണഗതിയിൽ പാർലമെൻറ്റിൽ വലിയ തോതിൽ ശബ്ദമുയർത്തുക. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ തെറ്റ് തുറന്നു കാണിക്കാനും വിമർശിക്കാനും അതിൻ്റെ ഭാഗമായി തിരുത്തണമെന്ന് ആവശ്യപ്പെടാനുമൊക്കെ സാധാരണ ഏത് നാട്ടിലെയും ജനപ്രതിനിധികൾ തയ്യാറാകും. പക്ഷേ നിർഭാഗ്യകരമായ കാര്യം, കേരളത്തിൽ നിന്ന് പോയ പാർലമെൻറ്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗവും അതിന് സന്നദ്ധമായില്ല എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരഴിച്ചുവിട്ടൊരു പ്രചരണമുണ്ടായിരുന്നു. അതിലവർ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കില്ല. അപ്പോൾ ഏത് പാർട്ടിക്കാണോ കൂടുതൽ അംഗബലം ലഭിക്കുന്നത് ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക. രാഹുൽ ഗാന്ധിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കണമെങ്കിൽ
കോൺഗ്രസ്സിന് കൂടുതൽ അംഗത്വം വേണം. അപ്പോൾ ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാരെല്ലാം ജയിച്ചു പോകണം, UDF ജയിക്കുന്ന അവസ്ഥയുണ്ടാകണം. ഇതാണ് നടത്തിയൊരു പ്രചരണം. നമ്മുടെ മലയാളികൾ ശുദ്ധാത്മാക്കളാണല്ലോ. അവർ പലരും ഈ പ്രചരണത്തിലങ്ങ് വിശ്വസിച്ചു. ഇടതുപക്ഷമായാലും LDF ആയാലും UDF ആയാലും അവിടെ BJP എതിർക്കുകയാണല്ലോ. പക്ഷേ ഗവൺമെൻറ് രൂപീകരിക്കാൻ കോൺഗ്രസിൻ്റെ അംഗബലം കുറയരുതെന്ന് പറയുന്നത് ശരിയല്ലേ? അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് പോട്ടെ, ഈയൊരു നിലപാട് പൊതുവിലെടുത്തു. അതിൻ്റെ ഫലം LDFന് കനത്ത പരാജയം, UDF വലിയ വിജയം. അത് കഴിഞ്ഞിപ്പോൾ 5 വർഷമായി. ഈ 5 വർഷക്കാലം UDFനെ വിജയിപ്പിച്ചവർക്ക് സമാധാനം ലഭിച്ചോ? മനസ്സിന് സ്വസ്ഥത ലഭിച്ചോ? ഈ 5 വർഷക്കാലത്തിനിടയിലുള്ള ഓരോ സംഭവങ്ങൾ, ഓരോ ഘട്ടങ്ങൾ, അതിൽ തങ്ങൾ വിജയിപ്പിച്ച ആളുകൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നില്ലല്ലോ എന്ന വേദന കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ അനുഭവിച്ചു. ഇപ്പോഴത്തെ അംഗബലം നോക്കിയാൽ പാർലമെൻറ്റ് അംഗങ്ങളിൽ 20-ൽ 18 പേരാണ് UDFൻ്റെ ഭാഗത്ത്, 2 പേരാണ് LDFനോടൊപ്പം. ഈ 18-അംഗ സംഘം ഏതെങ്കിലും കാര്യത്തിൽ അവരെ തിരഞ്ഞെടുത്ത വോട്ടർമാരുടെ വികാരത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചോ? ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. ദേശീയ പ്രശ്നങ്ങൾ ധാരാളം വന്നു, മതനിരപേക്ഷത തകർക്കുന്ന പ്രശ്നങ്ങൾ വന്നു. എവിടെയും ഇവരെ കാണാനുണ്ടായില്ല. ഒന്നിനെയും എതിർക്കാൻ ഇവരുണ്ടായില്ല. എന്താ കാര്യം? ഇവർക്കൊരു സംഘപരിവാർ മനസ്സ് വന്നു. BJPയോടൊപ്പം BJP സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ BJPയുടെ കൂടെ അതേ സംഘപരിവാർ മനസ്സോടെ നീങ്ങുന്ന നിലയാണ് വന്നത്. ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം? എത്രമാത്രം വേദന! ഓ, ഞങ്ങളാണല്ലോ ഇവരെ ജയിപ്പിച്ചത്, ഇവരെന്താണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചിന്തിച്ച എത്രയെത്ര ആളുകൾ. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഭരണഘടനയുടെ വകുപ്പുകളടക്കം റദ്ദ് ചെയ്യുന്നു. ജമ്മു കാശ്മീർ വിഷയത്തിൽ 370-ാം വകുപ്പ്, ആ വകുപ്പ് റദ്ദ് ചെയ്യാൻ ഒരു ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിന്ന് ആ വകുപ്പ് റദ്ദ് ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ നിയതമായ മാനദണ്ഡങ്ങളുണ്ട്, ഒന്നും പാലിക്കുന്നില്ല, നേരെ റദ്ദ് ചെയ്യപ്പെടുന്നു. സംസ്ഥാന പദവി എടുത്തു കളയുന്നു. അതിശക്തമായി കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ പ്രതിഷേധം ഉയരണ്ടേ? ഉയർന്നോ? എന്താ വരാത്തത്? കോൺഗ്രസ്സിന് എന്താണ് കോൺഗ്രസ്സിന് പറ്റിയത്? BJPയെ നമുക്ക് മനസ്സിലാക്കാം. RSSൻ്റെ അജണ്ടയാണ് നടപ്പാക്കേണ്ടത്. RSS നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. അവരാ നയവുമായി പോകുന്നു. RSS ആണ്
ഈ 370 അംഗീകരിക്കില്ല എന്ന നിലപാട് നേരത്തെ മുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ RSSൻ്റെ അജണ്ടയാണ് നടപ്പാകുന്നത്. കോൺഗ്രസ് എതിർക്കാൻ പറ്റുന്നില്ല, കോൺഗ്രസ് എതിർക്കുന്നില്ല. സാങ്കേതികമായി എതിർത്തു എന്നൊക്കെ പറയാം, പക്ഷേ ഇത്തരമൊരു പ്രശ്നത്തിൽ ഉയരേണ്ട രോഷമില്ലേ, ആ തോതിലുള്ള രോഷം പാർലമെൻറ്റിൽ ഉയരുന്നില്ല. മാത്രമല്ല, രഹസ്യമായി BJP അഭിനന്ദിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ, ഒരാൾ വളരെ ആവേശത്തിലായി. ആര്? രാജ്യസഭയിലെ ചീഫ് വിപ്പ്, കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണ്. അദ്ദേഹം നേരെ ഇറങ്ങി. എവിടുന്ന്? കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി BJP പോയി. BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഇതല്ലേ കോൺഗ്രസ്? ഇതാണല്ലോ നമ്മൾ കണ്ടത്. നമ്മുടെ 18 അംഗ സംഘവും അതേ നിലപാടാണല്ലോ എടുത്തത്. NIA കൂടുതൽ കടുത്ത വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഭേദഗതി ചെയ്യുന്നു. ആ ഘട്ടത്തിൽ എതിർക്കാൻ കോൺഗ്രസ് ഇല്ല. പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ആകെ 6 അംഗങ്ങളാണ് എതിർക്കാൻ തയ്യാറായത്. അതിലൊന്ന് നമ്മുടെ ആലപ്പുഴയിലെ ആരിഫ്. എവിടെ പോയി നമ്മുടെ 18 അംഗ സംഘം? എന്തുകൊണ്ടാണ് അവർക്ക് എതിർക്കാൻ പറ്റാത്തത്? UAPA കരിനിയമമാണ്, കൂടുതൽ കരിനിയമമാക്കുന്നു, ഭേദഗതി കൊണ്ടുവന്നു. കോൺഗ്രസ് BJPയോടൊപ്പം. ഇതല്ലേ അവസ്ഥ? ഈ രാജ്യത്ത് BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാവിധ ജനാധിപത്യം തകർക്കുന്നതിനുള്ള നടപടികളുടെയും കൂടെയാണ് കോൺഗ്രസ് നിന്നത്. ഇതല്ലേ നമ്മുടെ അനുഭവം? അപ്പോൾ ഇവിടുന്ന് പോയ 18 പേര് അനങ്ങാതായി. അതിൽ വല്ലാത്ത മനപ്രയാസം അവരെ തിരഞ്ഞെടുത്തയച്ച നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്. ഇനി നമ്മുടെ പ്രശ്നം, നമ്മുടെ നേരെ കാണിക്കുന്ന അവഗണനയുടെ എല്ലാ കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എത്ര വലിയ അവഗണനയാണ്! 1,07,500 കോടി രൂപയാണ് 2016 ശേഷം LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാടിന് ലഭിക്കേണ്ടത് തടഞ്ഞു വെക്കുന്ന നിലയുണ്ടായത്. കേന്ദ്ര ഗവൺമെൻറ് അത് തടയാനായിരുന്നു താല്പര്യം. അതാണ് നമ്മൾ അവസാനം സുപ്രീം കോടതിയിൽ പോയത്. ഈ ഘട്ടങ്ങളിൽ, വിവിധ ഘട്ടങ്ങളുണ്ടായല്ലോ, കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ സ്വീകരിച്ച നടപടികൾ. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ 18 അംഗ സംഘം ആരുടെയെങ്കിലും ശബ്ദം നമ്മൾ കേട്ടോ? നിങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ഈ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? എന്തേ അവർക്കൊരു കേരള വിരുദ്ധ മനോഭാവം വരാൻ കാരണം? അവർ കേരളത്തിൽ നിന്ന് പോയവരല്ലേ, കേരളത്തിലെ ജനപ്രതിനിധികളല്ലേ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കണ്ടേ? പറ്റിയില്ലല്ലോ അവർക്ക്. എല്ലാറ്റിലും ഒരു സംഘപരിവാർ അജണ്ടയോടൊപ്പം നിൽക്കാനുള്ള ത്വര, അതല്ലേ ഉണ്ടായത്? അതാണോ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ജനപ്രതിനിധികൾ സ്വീകരിക്കേണ്ട നില? എത്ര വേദനയോടെയാണ് നമ്മുടെ നാട്ടുകാരത് കണ്ടത്. ഇവിടെ ഒരനുഭവം കൂടി ഞാൻ പങ്കുവെക്കാം. പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് MP-മാരുടെ യോഗം ചേരും. സംസ്ഥാന ഗവൺമെൻറ് വിളിക്കുന്നതാണ്. ആ യോഗത്തിൽ, ഒരു യോഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയുടെ ചിത്രം മുഴുവനായിട്ട് അവതരിപ്പിച്ചു. എന്നിട്ട് MP-മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. അവരെല്ലാവരും സമ്മതിച്ചു, ഞങ്ങൾ കാണും, നിവേദനം കൊടുക്കും.
സംഭവിച്ചതെന്താണെന്നറിയോ? നിവേദനം തയ്യാറാക്കിയപ്പോൾ ഒപ്പിടാൻ തയ്യാറില്ല. വീണ്ടും ഒരു യോഗം വരുന്നു. ആ യോഗത്തിൽ അവരോട് പറഞ്ഞു, കഴിഞ്ഞ തവണ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇപ്പോഴത്തെ കണക്ക് ഇതൊക്കെയാണ്. അവർ വീണ്ടും ആവർത്തിച്ചു, സംശയിക്കണ്ട, ഞങ്ങൾ പോകും, ഞങ്ങൾ ഒന്നിച്ച് തന്നെ പോകും, നിവേദനം കൊടുക്കും. നിവേദനം തയ്യാറാക്കി. അപ്പോൾ അവരോട് അവർ പറയാണ്, ഈ നിവേദനത്തിൽ ഞങ്ങൾ ഒപ്പിടണമെങ്കിൽ കേരളത്തിൻ്റെ കെടുകാര്യസ്ഥയെക്കുറിച്ച് പറയണം. എങ്ങനെയുണ്ട്? എന്ത് ചെയ്യണം? എന്താ ആവശ്യം? കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയും വിവേചനവും അവസാനിപ്പിക്കണമെന്നാണ്. ആ നിവേദനത്തിൽ ഇത് സംഭവിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് എഴുതി കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് കുറ്റമൊന്നുമില്ല, കുറ്റമെല്ലാം സംസ്ഥാനത്തിനാണ് എന്ന് നമ്മൾ തന്നെ എഴുതി കൊടുക്കണമെന്ന്. ഇതല്ലേ ഈ 18-അംഗ സംഘത്തിൻ്റെ നില? നമ്മൾ സുപ്രീം കോടതിയെ ശരണം പ്രാപിച്ചപ്പോൾ നമ്മുടെ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം ന്യായമായും അർഹതപ്പെട്ടതാണ് എന്ന് സുപ്രീം കോടതി കണ്ടു. നിങ്ങൾ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞ ആദ്യം 2 ഗവൺമെൻറ്റുകളല്ലേ ചർച്ച ചെയ്തു. ചർച്ചയ്ക്ക് വേണ്ടി നിയമസഭയിൽ ബജറ്റ് സമ്മേളനമാണ്. നമ്മുടെ ധനമന്ത്രി ആ ഘട്ടത്തിൽ നിയമസഭയിൽ നിന്ന് നേരെ ഈ ചർച്ചയ്ക്ക് വേണ്ടി പോയി. വെറുതെ ആയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് മുട്ടാപ്പോക്ക് നയമാണ്, ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങളെ കേസ് പിൻവലിക്കണം, ഇതായിരുന്നു ന്യായം. സുപ്രീം കോടതിയുടെ മുന്നിൽ എല്ലാ വിവരങ്ങളും എത്തി. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, കേരളത്തിന് അർഹതപ്പെട്ടതാണല്ലോ ഇത്, അത് കൊടുക്കാതിരിക്കുന്നതിന് എന്താണ് ന്യായം? ആ 13,000-ൽ പരം കോടി രൂപ കേരളത്തിന് അനുവദിക്കണം, കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു. നമുക്ക് അർഹതപ്പെട്ടതാണത്, അതേതെങ്കിലും ഒരു ഔദാര്യമല്ല. ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. കേസ് വീണ്ടും പരിശോധിച്ച സുപ്രീം കോടതി പറഞ്ഞു, അതീവ ഗൗരവമായ വിഷയമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേവരെ സുപ്രീം കോടതി പരിശോധിക്കാത്തൊരു ഭാഗം കൂടിയാണ്. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. ദേശീയ തലത്തിലൊരു പ്രശ്നമായി ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്രങ്ങളെല്ലാം സുപ്രീം കോടതി പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളം ആദ്യം വന്നു, ഇപ്പോൾ കുറേ സംസ്ഥാനങ്ങൾ വീണ്ടും വരുന്നു. നിങ്ങൾ സംസ്ഥാനങ്ങളുമായി മത്സരിക്കുകയാണോ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലെല്ലാം ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താ? ഈ 18-അംഗ സംഘം സ്വീകരിച്ച സമീപനം എന്താ? ഒരു വാക്ക് നമ്മുടെ ആവശ്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞോ? അപ്പോഴെല്ലാം BJPയുടെ കൂടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ കൂടെയായിരുന്നു. ഇതല്ലേ നമ്മുടെ നാട് കണ്ടത്? അപ്പോൾ BJPക്ക് കേരള വിരുദ്ധ വികാരം, അതേ വികാരം എങ്ങനെ കോൺഗ്രസ്സിന് വരുന്നു, UDFന് വരുന്നു? നമ്മുടെ അനുഭവം അതാണല്ലോ. ഇപ്പോൾ കേരള വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെയുള്ള വൻപിച്ചൊരു ജനരോഷം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും പ്രകടമാണ്. എല്ലാ മണ്ഡലങ്ങളിലും അതിനനുസൃതമായുള്ള ഒരു LDF തരംഗം അലയടിച്ചുയരുന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇതാണിന്ന് കേരളത്തിൻ്റെ പൊതുവായ അവസ്ഥ. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചിലർ നോക്കുന്നുണ്ട്. കേരള സ്റ്റോറി എന്നത് നമ്മുടെ രാജ്യത്ത് കേരളം നമ്പർ 1 എന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. നമ്മുടെ നാടാണ് പല കാര്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു സംസ്ഥാനം. അക്കാര്യത്തിൽ നമ്പർ 1 സ്ഥാനമാണ് കേരളത്തിനുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ നില, കേരളത്തിൻ്റെ ആരോഗ്യനില, കേരളത്തിൻ്റെ സാമൂഹ്യ മേഖല, കേരളത്തിൻ്റെ
മറ്റ് വിവിധ മേഖലകൾ, ജീവിത നിലവാരമടക്കം ഇതെല്ലാം നമ്പർ 1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ കേരള സ്റ്റോറി കേരളം നമ്പർ 1 എന്നതാണ്. അത് മറച്ചു വെക്കാനുള്ള ഒരുപാട് ശ്രമമാണ് BJPയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യം തന്നെ തള്ളിക്കളഞ്ഞ ഒരു സിനിമാ ചിത്രീകരണം ഉണ്ടായിട്ടുള്ളത്. ഇതും നാം കാണേണ്ട ഒരു കാര്യമാണ്. ഈ മണ്ഡലത്തിൽ സഖാവ് മുകേഷിനെയാണ് LDF ഇത്തവണ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. മുകേഷ് ആരാണെന്ന് ഇവിടെ കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നല്ല അർപ്പണബോധത്തോടെ തൻ്റെ ചുമതല ഭംഗിയായി നിറവേറ്റുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് മുകേഷിനെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവത്തിലൂടെ കൊല്ലത്തിന് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമസഭാംഗമെന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനമായിരുന്നു. നല്ല രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ ഘട്ടത്തിലും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ദൗത്യമാണ് അദ്ദേഹത്തെ നിങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത്. അത് ഭംഗിയായി തന്നെ അദ്ദേഹം നിർവഹിക്കുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉത്തമനായ പൊതുപ്രവർത്തകനാണ് സഖാവ് മുകേഷ്. അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും സഖാവ് മുകേഷ് പാർലമെൻറ്റിലേക്ക് പോകട്ടെ, അതിനായി നല്ലതുപോലെ പ്രവർത്തിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. വൈകുന്നേരം അവിടെയാണല്ലോ അല്ലേ? യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കാം. ഞാൻ കണ്ട് നിങ്ങളോ